ഇല്ല, നമ്മൾ ഓപ്പറേഷൻ ചെയ്ത ശേഷം സ്കാൻ എടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇത്ര ഫ്രാക്ചേഴ്സ് അങ്ങനെ വിട്ടല്ല. ആ പൊട്ടലുണ്ട്, അറിയാം. അയ്യോ, ഒന്നും ചെയ്തിട്ടില്ല. ആ ഓക്കെ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ടു പ്രോബ്ലംസ്. ഒന്ന്, ഇത് നേസോ ഓർബൈറ്റോ എത്മോയിഡൽ ഫ്രാക്ചേഴ്സ് പറയും, NOE ഫ്രാക്ചർ. മൂക്കും കണ്ണും ഫോർഹെഡും ജംഗ്ഷനിലുള്ളിൽ എല്ലാം പൊട്ടിയിട്ടുണ്ട്. അപ്പം വിൽ ഹാവ് ടു ഡു റീകൺസ്ട്രക്ഷൻ സർജറി ബിക്കോസ് ഇപ്പം മോർ ദാൻ 1 year ആയി. ഓക്കെ, മോർ ദാൻ 1 year, 2 years ആയി. സോ അപ്പോൾ റീകൺസ്ട്രക്ഷൻ സർജറി ചെയ്യണം. റീകൺസ്ട്രക്ഷൻ സർജറി ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ചോദിച്ചാൽ, വി ഹാവ് ടു ഹാർവെസ്റ്റ് ബോൺ, എടുത്തിട്ട് ഒരു ഷേപ്പ് പോലെ വെച്ചിട്ട് മുന്നേ റെഡി ചെയ്യണം. അപ്പോൾ മേജർ സർജറി ആവും. ആൻഡ് ചെയ്യുമ്പോൾ പഴയ പോലത്തെ 100% കിട്ടത്തില്ല. ബിക്കോസ് അത് ഇപ്പം റോങ് സ്പേസിൽ എല്ലാം ഫ്യൂസ് ആയിട്ടുണ്ടാവും. ഇപ്പം ഇന്ന് വളരെ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും, പക്ഷേ ആക്സിഡൻറ്റിന് മുമ്പ് എങ്ങനെ ഉണ്ടായി അങ്ങനെ കിട്ടാൻ ഇനി സാധ്യമില്ല. 90%, 85% കിട്ടും. അപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്തായിരുന്നു എങ്കിൽ നമുക്ക് 95-100% കൊണ്ടുവരാൻ പറ്റും. അത് നിങ്ങൾക്ക് എനിക്ക് അറിയത്തില്ല എന്തിനാ അവരിങ്ങനെ പറഞ്ഞു. എനിവേ അതായി ഇപ്പം, നോ പ്രോബ്ലം. സോ നൗ we have to take a fresh scan. This is an old scan. Fresh scan we have to take, and on the scan നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറയാം എങ്ങനെ ഇമ്പ്രൂവ്മെൻ്റ് ആവും. മെയിനായിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ സ്ഥലം. സോ ഫോർഹെഡ്, നോസ് ആൻഡ് ഐസ്. അപ്പോൾ ഐസ് 2 സൈഡിലുണ്ട്, ഫോർഹെഡ് ഉണ്ട്. ആ ഭാഗത്തിൽ നമുക്ക് പൊക്കിയിട്ട് കുറച്ച് റെഡി ചെയ്യണം. എനിക്കിപ്പോൾ വേണ്ടിയത് ഒരു സ്കാൻ. അപ്പം കറൻറ്റ് കണ്ടീഷൻ അറിയണം. ഐ വോണ്ട് ടു നോ ദ കറൻറ്റ് കണ്ടീഷൻ. Anyways, it will take 7 days of stay here, and major surgeries. It will be major surgery, so I'll be harvesting rib, illengil kaal ninnu bone. Appa engane adi pottu kidanna samayathu appa thanne nee cheyarunnu surgery. Cheyarunnu. പക്ഷേ അവർ പറഞ്ഞത് സർജറി ചെയ്യാൻ പറ്റും. ചേച്ചിയുടെ കല്യാണം വരുന്നു, എൻഗേജ്മെന്റ് രാത്രിയാണ് വീട് കിട്ടിയത്. ഇപ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റും, നടന്നില്ലേ. അപ്പോൾ ഒന്നും ആലോചിച്ചിട്ട് അത് ചിലർ ഡിഫിക്കൽട്ട് സർജറിയാണ്, പക്ഷേ ചെയ്യാൻ പറ്റും അപ്പോൾ തന്നെ. അപ്പോൾ ചെയ്യാൻ നമുക്ക് ഈസിയാണ്. ബിക്കോസ് ഈ പൊട്ടിയ എല്ലാം നമ്മൾ കറക്റ്റായ സ്ഥലത്തിൽ ഫിക്സ് ചെയ്താൽ ഉടനെ നമുക്ക് കുറേ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടായിരുന്നു. അത് വിട്ടുമ്പോൾ എന്നാവും, അതങ്ങനെ ഫ്യൂസായിട്ട് ഇനി അത് നമുക്ക് തിരിച്ച് ഫ്രാക്ചർ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഇത് എല്ലില്ല, ബ്രെയിൻ ഉണ്ട് ബാക്കിൽ. സോ ഇനി നമുക്ക് അതിന് മേലെ തന്നെ നമുക്ക് റെഡി ചെയ്യാൻ പറ്റും. അന്നായാൽ ഇത് നമുക്ക് ആ സ്ഥലത്തിൽ ഫിക്സ് ചെയ്യാമായിരുന്നു. അവിടെയുണ്ട് എല്ലാം, അവിടെ നിന്ന് റോങ് പ്ലേസിൽ ഫ്യൂസ് ആയിട്ടുണ്ടാവും. അത് നമുക്ക് സ്കാൻ ഇപ്പോൾ എടുത്താൽ അറിയാം എങ്ങനെ ഫ്യൂസ്. എനിക്ക് തൊട്ടാൽ അറിയാം അത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഐബ്രോ സൈഡിൽ ഇതെല്ലാം. അപ്പോൾ എങ്ങനെയാണ് ഇത് നമുക്ക് പൊക്കാൻ പറ്റും. ഇപ്പം ഇത് പൊക്കി റെഡിയാക്കുമ്പോൾ നന്നായിട്ടൊരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും. സോ എത്ര പറ്റും ഞാൻ റെഡിയാക്കി തരാം. കണ്ണും ഈ കണ്ണ് താന്നു പോയി. ഇവിടെ 4 പൊട്ടലുണ്ടെന്ന്, ഇവിടെ 3 പൊട്ടൽ. പിന്നെ ഈ ചുണ്ടിന്റെ ഷേപ്പ് ചെയ്തല്ലായിരുന്നു. മേൽത്താടെല്ലാം പൊട്ടലുണ്ട്, ഫുള്ളായിട്ട് പൊട്ടലുണ്ട്. മേൽത്താടി പൊട്ടി പിന്നെ അവര് എടുത്ത് വെച്ച് ഇങ്ങനെ റെഡിയാക്കി വെച്ചത്. ഓപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ല. അതാ പ്രോബ്ലം. അപ്പം നമ്മളിപ്പോൾ എല്ലാം ഒന്നിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഫസ്റ്റ് ഈ ഭാഗം റെഡിയാക്കി തരാം. ഈ ഫോർഹെഡിലെ പള്ളുണ്ട്, പിന്നെ ഈ മൂക്കും ഈ പാടും ഈ സപ്പോർട്ടില്ല. ഫസ്റ്റ് റെഡിയാക്കുക, അതാ മെയിൻ മോനെ. കണ്ണ് റെഡിയാവും, ഈ കണ്ണ് കുറച്ച് റെഡിയാവും. ഫുൾ ഇങ്ങനെ കണ്ട ഇതിപ്പോൾ എങ്ങനെയുണ്ട്, ഇതിങ്ങനെ ഫുള്ളായിട്ട് ഐ മേക്ക് ഇറ്റ് ഓൾറെഡി. അതെല്ലാം ചെയ്യണ ഐ ലിഫ്റ്റ്, അത് ഓർബൈറ്റൽ സർജറി ആവും. ഇപ്പം ക്രേനിയോഫേഷ്യൽ സർജറി ആവും, അത് വളരെ മേജർ സർജറി ആവും. അതിപ്പോൾ ഫസ്റ്റ് ചെയ്യരുത്. ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു സർജറി ചെയ്തിട്ട് എത്ര ഇമ്പ്രൂവ്മെൻ്റ് ആവും നിങ്ങൾ നോക്കണം. പിന്നെ വേണമെങ്കിൽ പിന്നെയും ചെയ്യാം. ഒന്നിച്ച് എല്ലാം റെഡിയാക്കാൻ പറ്റത്തില്ല, ഇനി നോട്ട് പോസിബിൾ. സ്കാൻ എടുക്കാം. എനിക്ക് 2 സ്കാൻ വേണം. നമ്മളിവിടെ ഫേസ് സ്കാൻ നമ്മൾ ഉണ്ട്. അത് ഇവിടെ നിന്ന് താഴെ വരും.
പക്ഷേ ബ്രെയിൻ ആ സ്കാൻ വിൽ ഹാവ് ടു ടേക്ക് ഔട്ട് സൈഡ് ഇങ്ങനെ പോലത്തെ. അപ്പം അതും എടുക്കണം. ഞാൻ എഴുതിത്തരാം. അതെവിടെ ഇവിടെ പക്കത്തിൽ 3 കിലോമീറ്ററിലുണ്ട്. ആ 2 സ്കാനും നിങ്ങൾ എടുത്തിട്ട് വന്നാൽ ഞാൻ നിങ്ങൾക്ക് നോക്കിയിട്ട് ഡീറ്റെയിൽസ് എല്ലാം പറയാം. ഒന്ന് ബ്രീതിങ് പ്രോബ്ലം അതുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. കാഴ്ചയ്ക്ക് വേറെ ഒന്നും ഒരു കുഴപ്പമില്ല. അതൊന്നും കുഴപ്പമില്ല, അതെല്ലാം വരത്തില്ല. പക്ഷെ കണ്ണ് ഷേപ്പ് ഉണ്ടല്ലേ, താന്നു പോയത് ഇങ്ങനെ താന്നു. അതെല്ലാം അപ്പം തന്നെ ചെയ്താൽ നമുക്ക് ഈസിയായി. ഇപ്പോൾ വളരെ ഡിഫിക്കൽട്ടാണ് ഷേപ്പ് റെഡിയാക്കാമല്ല. സോ ഇങ്ങനെ ഒരു കള്ളിലോട്ട് പൊട്ടലുണ്ട്. ഇവിടെ ഉണ്ടല്ലേ, കാണാൻ അറിയാം. അത് കാരണം ഇപ്പോൾ ആനയ്ക്ക് കഴിഞ്ഞാൽ കുഞ്ഞിന് ചിലപ്പോൾ എന്തെങ്കിലും ആപത്ത് സംഭവിക്കും. നമുക്ക് ആയുസല്ലേ വലുത്, പിന്നീട് ബാക്കിയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. കാര്യം ആക്സിഡൻറ്റ് പറ്റി നേരെ മെഡിക്കൽ കോളേജിൽ പോലീസ് കൊണ്ടുപോയതാണ്. ജില്ലാ ആശുപത്രി കൊണ്ടുപോയപ്പോൾ അവരെടുക്കാതെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയതാണ്. പിന്നെ ഒരാൾ ഇല്ല, മേജർ ആക്സിഡൻറ്റാ, അതിൽ മാറ്റമില്ല. സീരിയസ് ആക്സിഡൻറ്റാ മോൻ. ഇത് ഇങ്ങനെ ആക്സിഡൻ്റ് ആകുമ്പോൾ ചിലർക്ക് മേജറാവും, വേറെ എല്ലാ വിഷയമാവും. അപ്പോൾ ഒന്നും ആയിട്ടില്ല, അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. സോ അവർ അപ്പം ഞാനില്ലല്ല. അപ്പോൾ ആ ഡോക്ടേഴ്സ് ചിലപ്പോൾ കറക്റ്റായിട്ട് ഡിസിഷൻ എടുക്കും, നമുക്ക് പറയാൻ പറ്റത്തില്ല. അവർക്ക് നമ്മൾ തപ്പ് പറയാൻ പറ്റത്തില്ല. മേജറായിട്ട് ഉണ്ടാകുമ്പോൾ അപ്പം ചെറിയ പറഞ്ഞിട്ട് എല്ലാം സെറ്റായി വിട്ടു. കുഴപ്പമില്ല. ഇപ്പം അത് ആയത് നൗ വി ക്യാൻ ഇംപ്രൂവ്. എത്ര പറ്റും ഞാൻ റെഡിയാക്കി തരാം. നമ്മൾ റിസ്ക് ഒന്നും ആകത്തില്ല, റിസ്ക് ഇല്ലാതെ മാത്രമേ റെഡിയാക്കത്തുള്ളൂ. ശരിയാ? സോ ഫസ്റ്റ് സ്കാൻ എടുക്കുക. So we have this young guy who's had a very major road traffic accident almost 2 years ago, and that has left with a shattered bone in the nose, upper part of the forehead, and also involving the orbit or the eye. So we call it naso-orbito-ethmoidal complex fracture. Along with that, he's also had some fractures running on the upper jaw and the zygomatic part. So there's a little bit of a litho type of a fracture too, but that was an undisplaced one. Anyways, this is a couple of years later. So the treatment at that time was not to have a surgical intervention because of the neurological issues and other problems that the patient had, which the then surgeons at that hospital decided. Now we're going to reconstruct the nasal, orbital, and also the frontal part for him in the first stage. He also has a little bit of orbital dystopia, in the sense the position of the eye is a little bit varied, but we're going to get that sorted a little later. We want to first take care of the NOE part of the fracture. So I'm going to take a scan for him now, and then we're going to go through the scans and give him a nice treatment plan. Thank you. ഇങ്ങനെ പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് പറയാം, എങ്ങനെ നമുക്ക് റെഡിയാക്കാം എല്ലാം. ശരിയാ? വെൽക്കം. ഇപ്പോൾ എന്ത് പഠിക്കുക? ഓ, ഇന്നൊന്ന് ചെറിയ പ്രായമായിക്കൊണ്ട് അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പം. We've done augmentation right from the radix, from the forehead almost for him. I've got 2 layers of huge rib stacked up here. And then there's an augmentation here on the septum. You see he's strong. Well, it's not a perfect nose because of all of the scarring inside. It was really hard. It's taken us about 4 hours. But we finished with the osteotomy, a lot of dorsal work, septal reconstruction, alar base work, tip work. And we probably got about 90% or so improvement. Well, he has a nose now, so it was totally flat. So this is like a lot of rib harvested as well. So a lot of work done in this region, as you can see, has totally been reconstructed. And
and nasal tip also has been improved. Before we started, so the major work was done around the radix, pretty much everywhere in the nose, but also the radix near the forehead. Projection from the forehead. We have a basal view also. And it's not 100% symmetrical, but we've got a lot of projection. That's because the severe scar. So this was a reconstructive, augmentative, post-traumatic nose job that we've done, and we're going to take it off right now. Okay, so you can give him a mirror. So we've not been able to get a very pointy nose here because you see how he was before. So he had what is called as a traumatic hypertelorism, old naso-orbito-ethmoidal fracture, unhealed fractures in the forehead, frontal bone, also into the medial orbit or both of these sides of the eyes, and a totally destroyed nose. So what we've essentially done is in this time, we've augmented, this depression was like much more than an inch. So we've augmented that part and we've gone up to the tip and given him some support
Yes, this doesn't look like the very best of noses, but we've tried to take the deformity look out and try to give him as much improved look as possible. And for this, we also had to already harvest a long piece of rib, and we've spent about 4.5 hours to reconstruct it. There's some amount of a scab there, but you can see it's healed well, and these sutures need to go now. കണ്ടു. സോ അപ്പം ഫുള്ളായിട്ട് പൊങ്ങിയിട്ടില്ല, ഇത് കുറച്ച് വീക്കുണ്ട്, ഇത് ലൈറ്റായിട്ട് ഇറ്റ് വിൽ റെഡ്യൂസ്. പക്ഷേ മുമ്പിന്ന് നല്ലതായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. Here നമുക്ക് സെക്കൻഡ് ഫേസ് ഞാൻ പറഞ്ഞില്ലേ, സെക്കൻഡ് ഫേസ് ഇത് ഫുള്ളായിട്ട് ഉണങ്ങിയ ശേഷം ഇത് ഈ സൈഡിൽ നിന്ന് കുഴപ്പമില്ല അത്ര, ആ സൈഡിൽ നിന്ന് കുറച്ച് ഡിപ്രഷൻ ഉണ്ടാവും. ബിക്കോസ് നമുക്ക് ഇവിടെ കാണുമ്പോൾ സോ ഫസ്റ്റിൽ കണ്ട ഈ ഇവിടെ ജാസ്തി ഇതുണ്ട്, സോ ആ കണ്ണ നമുക്ക് ജാസ്തി. സോ ദിസ് സൈഡ് ലുക്ക് മറ്റു നല്ലതായിട്ടുണ്ടാവും. ഇത് ഇത്ര പാടുപെട്ടിട്ട് ഇത്ര വന്നിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം, വെയിറ്റ് ചെയ്തിട്ട് 1 year സംതിങ് നോക്കിയിട്ട്. ഡിഫിക്കൽട്ടാണ്, ഈസി ആയിട്ട് ചെയ്യാൻ പാടില്ല. മോൻ വയസ്സ് കമ്മിയില്ലേ, ഒவ்வொரு വർഷം മേജർ സർജറി. ആൻഡ് ഇവിടുത്തെ റിബ് കാണിച്ചോ, ഇത്രയും വലിയ സ്കാറും ആ മോന്, ഇവിടെ ലോങ് സ്കാർ. So I'm going to show you 1 second. Sorry, finished. Okay. See, very long. So our stitches are pretty good. So that's the suture from the rib harvest. So we'll take that off also. Pretty long one because we've had to harvest a nice big piece of rib for reconstructing from the tip to the nose. And എനിക്കറിയാം അത്രയും ഒന്ന് ഫൈൻ റിസൾട്ട് ഇല്ല, പക്ഷേ പോസ്റ്റ് ട്രോമാറ്റിക്കലി ഞാൻ പറഞ്ഞിരുന്നില്ല, നമുക്കത് ഡിഫിക്കൽട്ടാണ്. നമ്മൾ ബിക്കോസ് ഇവിടുന്ന് ചെയ്തിട്ടുണ്ട് ഞാൻ ഫുള്ളായിട്ട്, ഇവിടുന്ന് പോയി ഇവിടെ എല്ലാം ചെയ്തു, ഇവിടെ ചെയ്തു, പിന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ഇന്നും ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും ബിക്കോസ് വീക്കുണ്ട്. മുമ്പത്തെ ബെറ്റർ ആയിട്ടുണ്ടാവും, പക്ഷേ അത്രയും ഒന്ന് അത് നമുക്കില്ല, അങ്ങനെ പറയാൻ പാടില്ല. എല്ലാവർക്കും ഇത് അതൊന്നും ആവും. നമുക്ക് മോനെ ഓക്കെ എന്ത് മൂക്കിൽ നിന്ന് ഇന്നും എടുക്കാൻ പറ്റത്തില്ല. ഇതുവരെ അതിന് ശ്വാസം എടുക്കാനൊക്കുന്നില്ല, അവിടെ അടഞ്ഞിട്ടിരിക്കും പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. റൈറ്റ് സൈഡിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്, അത് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റിച്ചസ് എടുക്കുമ്പോൾ നോക്കിയിട്ട് അതിനുള്ള ഓയിൻമെൻറ്റിൽ തരാം. സൈഡിൽ നിന്ന് നന്നായിട്ടുണ്ട്, പക്ഷേ ആ സൈഡിൽ നിന്ന് അത്രയും ഞാൻ പറഞ്ഞില്ലേ. എനിവേ മോൻ അപ്സെറ്റ് ആവരുത്, ക്ലിയർ ആവും. അവിടെ എല്ലാം എല്ലാം ഇരിപ്പുണ്ട്. ഇവിടെ നമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കൂടെ കുറച്ച് എല്ലുണ്ട്. ബിക്കോസ് ഇവിടെ എല്ലാം വെക്കണമെന്നില്ല, ഒന്നുമില്ലല്ലോ, അവിടെ പള്ളായില്ലേ, എല്ലാം എല്ലാം വെച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു 5ാമത് മാടി കേട്ടപ്പോൾ ഡയറക്റ്റ് ആയിട്ട് മേലെ പോകാൻ പറ്റത്തില്ല, താഴെല്ലാം മുട്ടൽ. വീഡിയോയിൽ ഇത്ര വലിയ റിബ് എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. Rhinoplasty for this guy, so they're just leaving us. It was more of a reconstructive work than anything cosmetic. So right from the medial orbit on the left and right side, also a little bit the forehead was done about 10 days ago now. Okay, പോയിട്ട് 5-6 ദിവസം വെച്ച് വരണം. സാറ്റർഡേ മൺഡേ ആയില്ലേ, അതെല്ലാം ഇപ്പൊ ശരിയായി.